മലയാള സിനിമയിൽ മാറ്റത്തിന്റെ അലയടിക്കാനായി മിഴി അണിയറയിൽ ഒരുങ്ങുന്നു. നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ KT രാജീവ്, സുരേന്ദ്രൻ ഇടമുള, സാജ് ഭാസ്കർ പൊറ്റങ്ങാടി എന്നീ പ്രൊഡ്യൂസേഴ്സിന്റെ കൂട്ടായ്മയുടെ ഫലമാണ് മിഴി എന്ന സിനിമ. എൻ്റെ പേര് സാജ് ഭാസ്കർ പൊറ്റങ്ങാടി. എൻ്റെ സുഹൃത്ത് യുവ തിരക്കഥാകൃത്ത് ശ്രീവർമ്മ രചിച്ച് തേജസ് പെരുവണ്ണ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകിയുള്ളതാണ്. ഇതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു സിനിമയാണ്. സുരേന്ദ്രൻ ഇടമുള എന്ന എൻ്റെ ഒരു സുഹൃത്തും രാജീവ് TK രാജീവേട്ടൻ എന്ന വ്യക്തിയും ഞാനും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കഥയും ഈ കഥാപാത്രങ്ങളുമൊക്കെ വളരെ ശക്തമായി ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് ഇത് നിങ്ങളെല്ലാവരും സ്വീകരിക്കും എന്ന പ്രതീക്ഷയിൽ. എൻ്റെ പേര് KT രാജീവ്. ഞങ്ങൾ മിഴി എന്ന ചലച്ചിത്രം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീവർമ്മയുടെ ചെറുകഥയെ ആസ്പദമാക്കി മിഴി എന്ന ഈ ചലച്ചിത്രം നിർമ്മിക്കാനുള്ള പദ്ധതിയിട്ടത്. ഇതിലേക്ക് എത്തിച്ച മറ്റൊരു കാരണം കഥയിലെ ഇന്നത്തെ ആനുകാലിക സംഭവങ്ങൾ ആണ്. എൻ്റെ പേര് സുരേന്ദ്രൻ ഇടമുളയിൽ നിന്നാണ്. ഈ പിക്ചർ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കഥയാണ്. ഇപ്പം ഒരു സ്ത്രീ കഥാപാത്രത്തിന് മുൻതൂക്കം കൊടുത്തുള്ള ഒരു സബ്ജക്റ്റാണ്. തമിഴിൽ ഗ്രാമീണ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിരവധി സിനിമകൾ ഇറങ്ങുകയും അവയിൽ ഭൂരിപക്ഷവും സാമ്പത്തിക വിജയം നേടുകയും ചെയ്തു. അതുപോലെ മലയാള സിനിമയിൽ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഗ്ലാമറും സെന്റിമെന്റ്സും എല്ലാം ഒത്തൊരുമിച്ച് ഒരു കഥ പറയുകയാണ് സംവിധായകൻ തേജസ് പെരുമണ്ണ. ശശിനാസ് എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ സമാന്തര സിനിമയുടെ മാറ്റിവെക്കാനാകാത്ത ഘടകമായി മാറിയ സംവിധായകനാണ് തേജസ് പെരുമണ്ണ. ശ്രീവർമ്മ പരവനെഴുത്ത്, കഥയും തിരക്കഥയും സംഭാഷണം എഴുതി ഞാൻ പുതിയതായി ചെയ്യുന്ന മിഴി എന്ന ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്താണ്. സാധാരണഗതിയിൽ ഇന്നത്തെ സിനിമയുടെ പുതിയ ട്രെൻഡിനനുസരിച്ച് വളരെ അധികം ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എടുക്കുകയും അത് വളരെ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുന്ന ഈ സമയത്താണ് നല്ല കഥയും തിരക്കഥയും ഏറ്റെടുത്തുകൊണ്ട് കഥാപാത്രത്തിന് അനുയോജ്യമായ ആർട്ടിസ്റ്റുകളെ ഫിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നു. വളരെ നല്ലൊരു ടീം വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മലയാളത്തിലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടനവധി താരങ്ങളുണ്ട്. ഇപ്പോൾ ജഗതി ചേട്ടനെ പോലുള്ള മാമുക്കോയ, നാരായണൻ നായർ, മേഘനാഥൻ, സുധീഷ്, ബിയോൺ തുടങ്ങിയ ഒട്ടനവധി ആർട്ടിസ്റ്റുകൾ. അതുപോലെ തന്നെ പൂജ, സോനം, സീമാജി നായർ, കുട്ടിയെടുത്തി വിലാസിനി, ഇങ്ങനെ വരുന്ന കഥാപാത്രത്തിന് അനുയോജ്യമായ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ഈ സിനിമ നല്ല സിനിമകളെ സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകർ തീർച്ചയായും മിഴി സ്വീകരിക്കുമെന്ന വിശ്വാസമുണ്ട്. മിഴിയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് യുവ കഥാകൃത്തായ ശ്രീ വർമ്മ പരവനേഴത്താണ്. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളിലൂടെ സജീവമായിരുന്ന അദ്ദേഹം ചെറുകഥ, ടെലിഫിലിം, ഡോക്യുമെന്ററി, പരസ്യചിത്രങ്ങൾ എന്നിവയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മിഴിയിൽ രചിച്ച 2 ഗാനങ്ങളും ഇതിനോടകം തന്നെ അഭിനന്ദിക്കപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ പേര് ശ്രീവർമ്മ. ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മിഴി എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്താണ്. എൻ്റെ ആദ്യ സിനിമയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന ചലച്ചിത്രമാണ് മിഴി. ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഞാൻ മിഴി എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. തെരുവിൽ അലയുന്ന അല്ലെങ്കിൽ തെരുവിൽ അനാഥമാവുന്ന ആൾക്കാരിലേക്ക് ഉള്ള ഒരു എത്തിനോട്ടം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ചലച്ചിത്രത്തിനെ കണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് ഞങ്ങളിതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. നഗരത്തിലെ തിരക്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കനിമൊഴി എന്നൊരു നാടൻ പെൺകുട്ടി അവിടെ നഗരത്തിൽ ഉണ്ടാകുന്ന ചൂഷണങ്ങൾക്കൊക്കെ വിധേയമായി എങ്ങനെയോ ഒരു സാഹചര്യത്തിൽ ഇത്തിക്കര ഗ്രാമം എന്ന ചന്തയൊക്കെയുള്ള മനോഹരമായൊരു ഗ്രാമത്തിൽ എത്തിപ്പെടുകയും അവിടെ ആ കുട്ടിക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയിൽ ഏൽക്കുന്ന സഹനത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഒക്കെ
ആയിപ്പോകുന്ന ആ കുട്ടിയുടെ ആ കുട്ടിയിലൂടെ ആ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ഒരു ദുരവസ്ഥയാണ് ഞങ്ങൾ മിഴിയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മിഴി എന്ന ചലച്ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഇതിൻ്റെ ഗാനങ്ങൾ. മനോഹരമായ ഗാനങ്ങൾ, മനോഹരമായ വരികൾ ദാസേട്ടൻ, ചിത്രചേച്ചി, അശ്വതി വിജയൻ, ഹരികൃഷ്ണൻ തുടങ്ങിയവരെല്ലാം പാടിയിരിക്കുന്നു. മിഴിയിലെ 6 ഗാനങ്ങളും വളരെ മനോഹരമാണ്. സുധീർ അമ്പലപ്പാട്, പ്രജിത മോഹൻദാസ് എന്നിവരുടെ വരികൾക്ക് സൂഫി അസിയും സുനിൽ ലാലും സംഗീതം പകർന്നിരിക്കുന്നു. യേശുദാസും ചിത്രയും അശ്വതി വിജയനും ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ജേതാവ് ഹരികൃഷ്ണനും പാടിയ ഗാനങ്ങൾ ഹിറ്റുഗാനങ്ങളുടെ പട്ടികയിൽ എത്തിപ്പെടുമെന്നതിൽ സംശയമില്ല. ശ്രീ തേജസ് പെരുമണ്ണ സംവിധാനം ചെയ്ത മിഴി എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡിങ്ങിന് ശേഷമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഫിലിമിൻ്റെ ഇതിനകത്ത് 2 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഒരു പാട്ട് പ്രജിത മോഹൻദാസ് എഴുതി, ഞങ്ങളുടെ എല്ലാവരുടെയും അസീസ് എന്ന് ഞങ്ങൾ വിളിക്കും, പക്ഷേ അദ്ദേഹത്തിന് ദാസേട്ടൻ സുഫി അസി എന്നുള്ള പേര് നൽകി. ആ പേരിലാണ് അദ്ദേഹം ഈ ഫിലിം ചെയ്യുന്നത്. അസീസിൻ്റെ മ്യൂസിക്കിൽ ഉള്ളൊരു പാട്ടാണ് ഞാൻ ആദ്യം പാടിയത്. നല്ലൊരു പാട്ടാണ് അത് വളരെ. രണ്ടാമത്തെ പാട്ട് സുധീർ അമ്പലപ്പാട് രചിച്ച് അസീസ് സംവിധാനം ചെയ്ത, സംഗീത സംവിധാനം നിർവഹിച്ചൊരു സോങ്ങാണ്. ഗന്ധർവനെ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ്. ഇത് 2 വേർഷനുണ്ട്. ദാസേട്ടൻ ദേവാംഗനെ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 2 വേർഷനുണ്ട് ഈ പാട്ടിനകത്ത്. അപ്പോൾ ഈ ഫിലിം രണ്ടുപേരും ഇവരുടെ ഒരു എന്താ പറയണ്ടത്, എല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാട്ട് നന്നായിട്ട് വരണം, ഈ പടം നന്നായിട്ട് പോകണം, എല്ലാവരും അത് എന്താ പറയണ്ടേ ഒരു വലിയൊരു ഹിറ്റ് ആവണം എന്ന് തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുന്ന കനിമൊഴി എന്ന ചെറുപ്പക്കാരിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് മിഴിയുടെ ഇതിവൃത്തം. നമ്മൾ കണ്ടുമുട്ടുന്നവരെക്കുറിച്ച് ഇന്ന് ആരുമൊന്നും അന്വേഷിക്കാനോ അറിയാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കലാവും ഈ സിനിമ. കനിമൊഴി എന്ന കഥാപാത്രത്തെ കന്നഡ, തമിഴ്, മലയാളം സിനിമകളിൽ സജീവമാകുന്ന പൂജ വിജയനാണ് അവതരിപ്പിക്കുന്നത്. ഹലോ, എൻ്റെ പേര് പൂജ വിജയൻ. ഞാനിപ്പോൾ മിഴിയുടെ സെറ്റിലാണ് ഇരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ. ഇതിലത്തെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ആ ക്യാരക്ടറിൻ്റെ വേഷമാണ് ഇട്ടിരിക്കുന്നത്. ക്യാരക്ടറിൻ്റെ പേര് കനിമൊഴി എന്നാണ്. ക്യാരക്ടർ ഒരു അബ്നോർമൽ കുട്ടിയാണ്. അബ്നോർമൽ കുട്ടി ഈ ലോകത്ത്, അതായത് ഈ സമൂഹത്ത്, ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടി അവൾക്ക് പലതരം കഷ്ടപ്പാടുകളിലൂടെയും പലതരം വിഷമങ്ങളിലൂടെയും എന്നാൽ സന്തോഷങ്ങളും ഉണ്ട്. അതേപോലെ അതൊക്കെയാണ് ആ കഥയുടെ ഒരു ബേസ് എന്ന് പറയാൻ. പിന്നെ ഇതിൽ കാണിക്കുന്നത് നല്ല ആൾക്കാരും ഉണ്ട്, ആ കുട്ടിയെ സഹായിക്കുന്ന ആൾക്കാരും ഉണ്ട്, അതേപോലെ ദ്രോഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. സഹായിക്കുന്ന ആൾക്കാരിൽ പല ചീത്തയായവരും ഉണ്ട്, പക്ഷേ ഈ കുട്ടിയോട് സ്നേഹവും ഇഷ്ടവും ഉള്ളവരുമുണ്ട്. ഈ കുട്ടി ഒരിക്കലും വഴിതെറ്റി പോകരുത്, ഈ കുട്ടീനെ ഞാനായിട്ട് ഒരിക്കലും അതിലേക്ക് ബുദ്ധിമുട്ടിലേക്കോ അല്ലെങ്കിൽ കഷ്ടപ്പാടിലേക്കോ തള്ളിവിടില്ല എന്ന് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണത്. ഒരു അബ്നോർമൽ കുട്ടിയുടെ കഷ്ടപ്പാടുകൾ. ഈ കുട്ടി എവിടുന്ന് വരുന്നോ, എവിടേക്ക് പോകുന്നോ എന്നൊന്നുമില്ല. ഈ കുട്ടി പല സാഹചര്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു. പല ചീത്ത ആൾക്കാരെയും അവളെ ദ്രോഹിക്കുന്നു, പീഡിപ്പിക്കുന്നു. തേജസ് സാർ, അതായത് ഇതിൻ്റെ ഡയറക്ടർ തേജസ് സാർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ ജീവിതം ഇല്ലാതെ ആവുന്നില്ല. ആ കുട്ടിക്കും ജീവിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് ഈ കഥയിൽ ശരിക്ക് സിനിമയിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഗ്ലാമറിന്റെ പരിവേഷവുമായി തെന്നിന്ത്യൻ താരം സോന സുശീല എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ചെറുപ്പക്കാരുടെ നെഞ്ചിടിപ്പ് കൂട്ടാൻ പറ്റിയ വിധത്തിലാണ് സംവിധായകനും തിരക്കഥാകൃത്തും സോനയെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഗ്രാമീണ ചന്തയിലെ റൗഡിയായി പ്രശസ്ത താരം അശോകനും ഇദ്ദേഹത്തോടൊപ്പം സുരേന്ദ്രൻ ഇടമുള എന്ന പുതുമുഖ നടനും അരങ്ങു തകർക്കുന്നു. ഋഷഭാവ, നാരായണൻ നായർ, മാമു ഖോയ, സുധീഷ്, കോട്ടയം പുരുഷൻ, ചെമ്പിൽ അശോകൻ, വൈക്കം ലാൽ, PR നാഥ്, സീമാജി നായർ, അമ്പിളി കൃഷ്ണ എന്നീ പ്രമുഖരും നിരവധി പുതുമുഖങ്ങളും മിഴിയിൽ വേഷമിടുന്നു. നമസ്കാരം, എൻ്റെ പേര് അംജിത് മൂസ.
ഈ സിനിമയിൽ എനിക്ക് എൻ്റെ കഥാപാത്രം ഒരു ക്രൂവലായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ റോളാണ് ചെയ്യുന്നത്. തേജസ് പെരുമണ്ണ ഡയറക്ഷൻ ചെയ്യുന്ന ഈ സിനിമ നല്ലൊരു കമേഴ്ഷ്യൽ സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വൻ വിജയമാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചന്തയിലെ ചായക്കടക്കാരനായി മാമുക്കോയെയും അവിടുത്തെ സഹായിയായ ജീവനായി ബിയോണും വേഷമിടുന്നു. ഇതൊരു നല്ല സിനിമ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക, ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുക. നിരവധി സിനിമകളിൽ നായകനും ഉപനായകനുമായ ബിയോണിന് മിഴിയിലെ കഥാപാത്രം വ്യത്യസ്തമായ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കും എന്നതിൽ സംശയമില്ല. ഞാൻ ബിയോൺ. ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്ന പടത്തിൻ്റെ പേര് മിഴി എന്നാണ്. യു കമ്പനിയുടെ ബാനറിൽ തേജസ് പെരുമണ്ണ ഡയറക്റ്റ് ചെയ്യുന്ന പടം. വളരെ ചെറിയൊരു പടമാണ്, എങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജീവൻ എന്നാണ്. ജീവൻ എന്ന് പറയുന്നത് ഇതിൽ മാമുക്കോയൊക്കെ നടത്തുന്ന ഒരു ചായക്കടയിലെ സപ്ലയർ ക്യാരക്ടറാണ്. ഇതിൽ ഹീറോയിൻ ഓറിയൻറ്റഡ് ക്യാരക്ടർ ചെയ്യുന്ന പൂജ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് ഒരു സിമ്പതിയുള്ള ഒരു നാട്ടിൻപുറത്തുകാരൻ. നല്ലൊരു പടമാണ്. വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ പറഞ്ഞു പോകുന്നൊരു കഥയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. പിന്നെ തേജസ് സാറിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനൊരു പടം ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. മിഴിയിലെ ദൃശ്യമനോഹരമായ രംഗങ്ങൾ ചിത്രീകരിച്ചത് അജയ് പി പോൾ ആണ്. മിഴിയുടെ സഹസംവിധായകൻ ഗാന്ധിക്കുട്ടനാണ്.